ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്, പക്ക കൊമേഴ്ഷ്യൽ, ഫുള്ളി എൻഗേജിങ്. സിനിമ ഏതാന്നല്ലേ? ബേസിൽ ജോസഫും ടൊവിനോ തോമസും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അതിരടി എന്ന പുതിയ സിനിമ. ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്, ഫുള്ളി എൻഗേജിങ്, പക്ക ത്രില്ലർ, അടിപൊളി നല്ലൊരു മൂവിയായിട്ട് നമുക്ക് തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് ഗംഭീരമായി നമുക്ക് ഈ വെക്കേഷൻ മൂഡിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ലേ, അത്തരം മൂഡിൽ അടിച്ചു പൊളിക്കാവുന്ന ഒരു സിനിമ. നമ്മുടെ ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻസിൻ്റെ സിനിമയാണ്. അരുൺ അനിരുദ്ധൻ ആണ് ഇതിൻ്റെ സംവിധാനം. തിരക്കഥയിലും അരുണുണ്ട്, അതുപോലെ തന്നെ പോൾസൺ സ്കറിയ. ഇവരുടെ സ്ക്രിപ്റ്റാണ്, ഗംഭീര സ്ക്രിപ്റ്റാണ്. കാരണം ഒരു സിനിമയ്ക്ക് നമ്മളെപ്പോഴും പറയില്ലേ, ഒരു സിനിമയ്ക്ക് ഏറ്റവും അതിൻ്റെ ബേസ് എന്തെന്നാണ്, അത് ഒരു കെട്ടുറപ്പുള്ള തിരക്കഥയാണ്. ആ തിരക്കഥ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ മറ്റു മേഖലകൾ കൂടി ഒരുമിച്ച് ചേരുമ്പോൾ അത് ഗംഭീരമാവുന്നു. അതായത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സാമുവൽ ഹെൻറിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമ എനിക്ക് അറിയില്ല, പക്ഷേ കിടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്യാമറ കൊണ്ടൊക്കെ എമ്മാതിരി കളിയാണ് കളിച്ചിരിക്കുന്നത്. നമുക്ക് സിനിമ ഇങ്ങനെ കാണുമ്പോൾ സിനിമ ഒരു വല്ലാത്ത അനുഭവം ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ ആ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നു. ചമൻ ചാക്കോ ആണ് എഡിറ്റിങ്. അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് വിസ്മയം തീർത്തിരിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു വിജയിൻ്റെ മ്യൂസിക് സിനിമയ്ക്ക് ചേർന്ന് പോകുന്നു. ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രവും അതുപോലെ തന്നെ ടൊവിനോ തോമസിൻ്റെ കഥാപാത്രമൊക്കെ ശരിക്കും ചിത്രത്തിൽ അഴിഞ്ഞാടിയിരിക്കുകയാണ്. അവരങ്ങോട്ട് സംവിധായകൻ സ്വതന്ത്രമായി വിട്ട പോലെയാണ്. എനിക്ക് ആദ്യം തോന്നിയത് ബേസിലിൻ്റെ കഥാപാത്രം എന്താണ് ഈ രീതിയിലുള്ള പെരുമാറ്റമൊക്കെ എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പിന്നീട് വരുമ്പോൾ നല്ല രസമുണ്ട്. കാരണം ടൊവിനോ ബേസിൽ ആ രീതിയിൽ തന്നെ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലാഗ് എനിക്ക് പേഴ്സണലി തോന്നി, പക്ഷേ തിയേറ്ററിൽ അങ്ങനെയൊന്നും ആളുകളുടെ മുഖത്തൊന്നും അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ടൊവിനോ വരുന്നതിന് ശേഷം പിന്നെ പടം കയറി അങ്ങോട്ട് കത്തിക്കയറുന്ന രീതിയിലേക്ക് പടം മുന്നോട്ട് പോവാം. ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ ഉണ്ടല്ലോ, ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ എന്താ പറയുക, പഞ്ചാണ്. അത് അത്രയും ഗംഭീരമായിട്ട്. അതിനുശേഷം ഇൻ്റർവെല്ലിന് ശേഷം പിന്നീട് വിനീത് ശ്രീനിവാസൻ വരുന്നുണ്ട്, അതുപോലെ ഷാൻ റഹ്മാൻ ഉണ്ട്. അവരുടെ ഇന്ന് ക്യാരക്ടേഴ്സിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സിനിമ കുറേ പേര് ഇനിയും കാണാനുണ്ട്. അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ പിന്നെ പടം ഇങ്ങനെ പെട്ടേന്ന് കയറി പോവാണ്. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് തിയേറ്ററിൽ എന്താ പറയുക എൻജോയ് ചെയ്യാം. അതുതന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വളരെ ആസ്വദിച്ച് ഒരു ഉപാധി എന്ന രീതിയിൽ നമ്മൾ സിനിമയെ സമീപിക്കുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവാറുണ്ടല്ലോ, അടിപൊളിയായിട്ട് കണ്ടിരിക്കാവുന്ന സിനിമകൾ. ആ സിനിമേൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് അതിരടി എന്ന ബേസിലിൻ്റെയും ടൊവിനോയുടെയും ഈ ഒരു സിനിമയെ ചേർത്ത് വെക്കാം. എനിക്ക് തോന്നുന്നു ഈ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം കുറേ റെഫറൻസുകൾ ഈ സിനിമയിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കുറേ സിനിമകളുടെ റെഫറൻസ് ഈ സിനിമയിൽ ഇങ്ങനെ എന്താ പറയുക പല ഭാഗത്തായിട്ട് ഇങ്ങനെ കയറി വരിക. അതൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ആ സ്ക്രിപ്റ്റിൽ കഥ ഇങ്ങനെ മേമ്പൊടിയായിട്ട് ചേർത്ത് പോകുമല്ലോ. ആ മേമ്പൊടിയിൽ ഇതുകൂടെ ചേർക്കുമ്പോൾ ഈ പല സിനിമകളുടെ റെഫറൻസ് ചേർക്കുന്നത് ഒരിക്കലും കല്ലുകടി അല്ലാത്ത രീതിയിൽ ഇവരുടെ ഈ ടീമിന് ചേർത്ത് വിളക്കി ചേർക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും രസകരമായ മറ്റൊരു മുഹൂർത്തം. അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്ന ഈ സംവിധായകൻ, നവാഗതനായ ഈ സംവിധായകൻ വരും കാല മലയാള സിനിമയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു റോള് അദ്ദേഹത്തിന് വഹിക്കാനുണ്ടാവും തോന്നുന്നു. ഈ വെക്കേഷൻ മൂഡിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാവുന്ന, യൂത്തിന് എൻജോയ് ചെയ്യാവുന്ന നല്ലൊരു ത്രില്ലർ, എന്താ പറയുക കോമഡി, ആ രീതിയിൽ എല്ലാ തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നു അതിരടി എന്ന് വേണം പറയാൻ.